എല്ലാവർക്കും നമസ്കാരം. നടിപ്പിൻ നായകൻ സൂര്യ അഭിനയിച്ച റെട്രോ കണ്ടു. ഒരു കാർത്തിക് സുബ്രാജ് പടം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ്റർവെൽ വരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റിൻ്റെയും കഥയുടെ ഒരു പോരായ്മ കൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി. പിന്നെ ക്ലൈമാക്സ് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. കഥ നടക്കുന്നത് 1990s സൂര്യനെ നമ്മുടെ സ്വാസികയ്ക്കും ജോജു ജോർജിനും ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്നു, എടുത്തു വളർത്തുന്നു, സൂര്യ വലുതാകുന്നു, ജോജു ജോർജിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നു. സൂര്യ പൂജ ഹെഗ്ഡെയായിട്ട് പ്രണയത്തിലാവുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നോർമലി ക്രിമിനൽ ആക്ടിവിറ്റീസ് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം നടന്നു എന്നുള്ളതാണ് കഥ. ഇത് ഇൻ്റർവെൽ വരെ. ഇൻ്റർവെല്ലിന് ശേഷം പടം വേറൊരു ലെവലിലേക്ക് മാറുന്നു. അവിടെ പുതിയ വില്ലന്മാർ വരുന്നു. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ഫൈറ്റ് സീനുണ്ട്, അത് പൊളിയായിട്ടുമായിരുന്നു. ഏകദേശം ഒരു 15-18 മിനിറ്റ് എന്ന് തോന്നുന്നു. ഒരു സിംഗിൾ ഷോട്ട്, ഡാൻസും ഫൈറ്റും ഡയലോഗ്സൊക്കെ കൂടി ചേർന്ന് ഒരു അടിപൊളി സാധനമായിരുന്നു. ഒരു ബൊമ്മയിൽ ഷോട്ട് തുടങ്ങുന്നു, അതേ ബൊമ്മയിൽ ഒരു 15-18 മിനിറ്റ് കഴിയുമ്പോൾ ബൊമ്മയിൽ വന്നിട്ട് ആ സീൻ അവസാനിക്കുന്നു. അതൊരു ഒന്നൊന്നര സാധനം. കാർത്തിക് സുബ്രാജിൻ്റെ ഒരു പവർ തന്നെ പറയാം. അത് പുള്ളി അതിൽ ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ വില്ലന്മാരുടെ കാര്യം പറയുമ്പോൾ വില്ലന്മാർ കുറേ വില്ലന്മാരുണ്ട്. കുറേ മീൻസ് ആദ്യം ജോജു ജോർജ് വില്ലനാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രകാശ് രാജ് വരുന്നു, അതിനുശേഷം നാസർ വരുന്നു, നാസറിൻ്റെ ഒരു മകൻ വരുന്നു. ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, അത് വേറൊരു രീതിയിലേക്ക് മാറി, അതൊരു അടിമത്തം ആ രീതിയിലേക്കൊക്കെ മാറി. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. മറ്റുള്ള റോളുകളെല്ലാം എല്ലാവരും നന്നായിട്ട് ചെയ്തു. നായികയായിട്ട് ചെയ്തത് പൂജ ഹെഗ്ഡെ ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തു. ജോജു ജോർജിൻ്റെ റോൾ നന്നായിരുന്നു. പ്രകാശ് രാജിന് വലിയ കാര്യമായിട്ടുള്ള റോളൊന്നും ഉണ്ടായിരുന്നില്ല. വില്ലനാണെങ്കിലും 3-4 സീനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഇതായില്ല. ജയറാം ഒരു കോമഡി ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. മിക്ക സ്ഥലങ്ങളിലും അത് പാളിപ്പോയിരുന്നു. ചില സ്ഥലങ്ങളിൽ ഓക്കെ ആയിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇന്ത്യൻ ടൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയി എന്ന് വേണം പറയാനായിട്ട്. സൂര്യയുടെ ചില സ്ഥലങ്ങളിലുള്ള അഭിനയമൊക്കെ നല്ല മികച്ചു നിന്നപ്പോഴും ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ഒരു ചിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊരു നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് തോന്നിയില്ല. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചിരിക്ക് ഭയങ്കര പ്രാധാന്യം നൽകുന്നുണ്ട്. അവസാനത്തെ സീനിലൊക്കെ ഒരു ചിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് നമുക്കത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്ലൈമാക്സ് ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ടും നമുക്ക് അത്ര എൻജോയ് ചെയ്യാനായിട്ടും സാധിച്ചില്ല. ഫൈറ്റും BGM ഒരു രക്ഷയിലായിരുന്നു. ഫൈറ്റ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇൻ്റർവെല്ലിന് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അത് നല്ല അടിപൊളി ഫൈറ്റായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള BGM സോങ്ങൊക്കെ ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഒരു ട്രെയിനിൽ വെച്ചുള്ള ഫൈറ്റ് കാണിക്കുന്നത്, സൂര്യയുടെ ചെറുപ്പം, അതുപോലെ ഒരു ആനിമെ വെച്ചിട്ടൊക്കെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ നല്ല ഫൈറ്റായിരുന്നു, നല്ല പഞ്ച് സാധനങ്ങളായിരുന്നു. അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ട് പോരാനായിട്ട് പറ്റിയ ഒരു സിനിമയാണ് റെട്രോ. ഇതെൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് വിലയിരുത്തുക. താങ്ക് യു വെരി മച്ച്.